जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय. ഗർഗമുനി പ്രഭുവിൻ്റെ ബുക്കിൽ നിന്ന് വായിച്ചാണ്. അപ്പം 1973 കാലഘട്ടത്തിൽ ഗർഗമുനി പ്രഭു ആയിരുന്നു കൊൽക്കട്ടയുടെ ടെമ്പിൾ പ്രസിഡന്റ്. ആ സമയത്ത് മായാപൂരിൽ പ്രഭുപാദിന് ലാൻഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് മായാപൂര് അവര് പ്രഭുപാദ് കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. ആദ്യം അവര് ജൂട്ടാണ് കൾട്ടിവേറ്റ് ചെയ്തത്. പ്രഭുപാദ് പറഞ്ഞു ജൂട്ട് കൾട്ടിവേറ്റ് ചെയ്യണ്ട, ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എന്നിട്ട് പതുക്കെ അത് സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് മാറണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ഇൻസ്റ്റൻസ് പറയുകയാണ്. മായാപൂരിൽ ഒരു ഫെസ്റ്റിവൽ വന്ന സമയത്ത് ഗർഗമുനി കൊൽക്കട്ടയിൽ നിന്നാണ് എല്ലാ ഫണ്ടും മായാപൂരിലപ്പോൾ വരുന്നത്. അപ്പം സെൽഫ് സഫീഷ്യന്റ് അല്ല. അപ്പം ഒരു വട്ടം ഗർഗമുനി പ്രഭു ഒരു ഫെസ്റ്റിവലിന് ഒരു ഡാൻസ് ട്രൂപ്പിനെ വിളിപ്പിച്ചു. മായാപൂർ ഫെസ്റ്റിവലിന് മണിപ്പൂരി ഡാൻസ് ട്രൂപ്പിനെയാണ് വിളിപ്പിച്ചത്. അപ്പം അവര് ജാവരി സിസ്റ്റേഴ്സ് എന്ന് പറയും, അവർ ഫേമസ് ആണ്. അപ്പോൾ അവരോട് ഈ പ്രോഗ്രാമിൽ വന്ന് ഈ ഡാൻസ് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പം അവർ ഡിവോഷണൽ ആൾക്കാരാണ്. അപ്പോൾ അവർ വളരെ സന്തോഷമായിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം എടുത്തു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ജാവരി സിസ്റ്റേഴ്സ് മണിപ്പൂരിൽ ഡാൻസിന് വന്നു. ഡാൻസ് ഒരു യശോദയും കൃഷ്ണന്റെയും ഒരു ഡാൻസാണ് അവർ ചെയ്തത്. അപ്പം ഗർഗമുനി പ്രഭുവിന് ഒരു സംശയം ഉണ്ടായിരുന്നു, പ്രഭുപാദ് അത് എങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ആ ഡാൻസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രഭുപാദ് കണ്ടുകൊണ്ടായിരുന്നത്. പിന്നെ ഈ ഗർഗമുനി പ്രഭു വളരെ സൂക്ഷ്മമായിട്ട് പ്രഭുപാദിനെ നോക്കി, പ്രഭുപാദ് എങ്ങനെയായിരിക്കും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ പ്രഭുപാദ് വളരെ സന്തോഷത്തോടു കൂടി അത് അപ്രീഷിയേറ്റ് ചെയ്തു, ക്ലാപ്പ് ചെയ്യുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ആശ്വാസമായത്. ഞാൻ ചെയ്ത ശരിയാണോ തെറ്റാണോ അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. എന്തായാലും അവർ മണിപ്പൂരി ഡാൻസ് ആൾക്കാരെ അവർ വിളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ലെക്ചറിൽ പ്രഭുപാദ് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം നമ്മൾ ഈ മണിപ്പൂരി ഡാൻസ് കണ്ടു, അങ്ങനെ എല്ലാ കലകളും യഥാർത്ഥത്തിൽ കൃഷ്ണനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയാണ്, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാനാണ് എല്ലാ കലകളും യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞു പ്രഭുപാദ്. എന്നിട്ട് പ്രഭുപാദ് ഒരു വേർഡും കൂടെ അതിനകത്ത് പറഞ്ഞു, എല്ലാ കലകളും പെർഫോം ചെയ്യണം, പക്ഷെ അത് എപ്പോഴും ഒരു ഗൈഡഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഗൈഡ് ആരുടെയെങ്കിലും നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിലായിരിക്കണം ആ കലകൾ അഭ്യസിക്കേണ്ടതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ കലകള് ഈശ്വരനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള, ഈശ്വരനെ പുകഴ്ത്താനുള്ള ഈ കലകള് നമ്മുടെ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി ആയിപ്പോകും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം സിനിമ പാട്ടുകളും മറ്റുമൊക്കെ നമ്മുടെ ഇന്ദ്രിയാസ്വാദനത്തിനാണ്. പണ്ടത്തെ കഥകളി അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഭഗവാന്റെ ഗുണഗണങ്ങൾ ഗ്ലോറിഫൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ പ്രഭുപാദ് ഏത് കാര്യമായാലും അതിന് ഒരു ദൈവാബോധം, ഈശ്വരാബോധം ഉള്ള ഒരു വ്യക്തി മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ അത് ഭഗവാന് നല്ലൊരു കാര്യമായിട്ട് വരും. പക്ഷെ അത് മോണിറ്റർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഏത് കലയായാലും അത് നമ്മുടെ സ്വന്തം സ്വാർത്ഥമായ ഇന്ദ്രിയ താല്പര്യത്തിന് വേണ്ടി ആയിപ്പോകുമെന്ന് ശ്രീല പ്രഭുപാദ് അവിടെ അതിൽ ആ ഒരു ലെക്ചറിൽ പറഞ്ഞതാണ്.